ഓലത്തുമ്പത്തിരുന്നുയലാടും കള്ളരാഹുലേ എന്റെ ബാലഗോപാലനെ എന്റെ ഗോപികമാരെ എന്നെ തേപ്പിക്കും രാഹുലേ. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിന് ചെറിയ മധുര പ്രതികാരം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിന്റെ മന്നായ എല്ലാവർക്കും നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ അവര് നമ്മുടെ എല്ലാവർക്കും എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാ രീതിയിലും കണ്ടമാനം വിഷമം പോയിട്ടുണ്ട് അറിയാം. എന്തിനും ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കും, നല്ല സപ്പോർട്ടാണ്. അപ്പോൾ പ്രമിള ചേച്ചി ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ പാട്ട് നിങ്ങൾ ആരും കേട്ടിരുന്നോ? അത് കേൾക്കണം. കാരണം പാലക്കാട് രാഹുൽ കാല് കുത്തി കഴിഞ്ഞാൽ പെണ്ണുങ്ങളോട് ഓടണം എന്ന് പറഞ്ഞിട്ടുള്ള BJP നേതാക്കന്മാരും അല്ലെങ്കിൽ BJP കൗൺസിൽ അംഗങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട് അല്ലേ. എന്നിട്ട് ഇപ്പോൾ രാഹുൽ കാലും കുത്തി BJPയുടെ തന്നെ എന്താ പറയുക ചെയർപേഴ്സൺ, നഗരസഭാ ചെയർപേഴ്സൺ കൂടെ കാലും കുത്തി കയ്യും അടിച്ച് പാട്ടും പാടി ഉദ്ഘാടനം ചെയ്ത് പോയിട്ടുണ്ട്. എവിടെ പോയി നമ്മുടെ ഈ പറഞ്ഞ കൊല്ലകുത്തിയ BJPയുടെ ഗുണ്ടന്മാരെന്ന് ആർക്കും അറിയില്ല, ആരും പുറത്ത് കണ്ടിട്ടില്ല. ഏതാണെങ്കിലും ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ അതെ ആ പറഞ്ഞ ബാലഗോപാലൻ്റെ കഥ തന്നെയാണ്. കൂട്ടത്തിൽ ആരൊക്കെയാണ് ബാലഗോപാലിൻ്റെ കൂടെ കൈ കുത്തിയത് കാല് കുത്തിയത് ഒക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പരിപാടി പാലക്കാട് വരികയാണെങ്കിൽ BJP നേതാക്കന്മാർക്ക് വരെ അതിൽ പങ്കെടുക്കണം. ക്യൂ ആണ് ഇപ്പം. എന്താ ചെയ്യലേ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഇനി രാഹുൽ പാലക്കാടേക്ക് കാല് കുത്തി കഴിഞ്ഞാൽ കാല് വെട്ടും, അതല്ലെങ്കിൽ കൈ വെട്ടും ഒക്കെ പറഞ്ഞ് നടന്നിരുന്ന നമ്മുടെ BJPയിലെ ഒരു ഗുണ്ടന്മാരും ഇപ്പോൾ കാണാനില്ല. എല്ലാവർക്കും പേടിച്ച് തൂറി. ഏത് കാട്ടിലാണോ ഒളിച്ച് നമ്മുടെ പ്രശാന്ത് ശിവനും നമ്മുടെ കൃഷ്ണകുമാർ എന്നൊന്നും അറിയില്ല. അന്ന് ആ ദിവസത്തെ 2-3 ആൾക്കാരെ ഇറക്കി കളിച്ച് നോക്കി. പക്ഷേ മൊത്തത്തിൽ പണി കിട്ടി മുഞ്ചി തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പം ഇവന്മാരാരും കാണുന്നില്ല. ആകെ കാണുന്നത് ഇവരൊക്കെ മറ്റേ പിരി കൊടുത്ത് വീഴുന്ന കുറേ പെണ്ണുങ്ങൾ രാഹുൽ ഇവിടെ പാലക്കാട് എത്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടിയെത്തും കുറേ BJP യുവമോർച്ചൻ്റെ പെണ്ണുങ്ങൾ. പാവം വീട്ടിലുള്ള എന്താ പറയുക ആണുങ്ങൾ മൊത്തം ശാഖയിൽ വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വീട്ടിൽ വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഈ പാവങ്ങളെല്ലാവരും കൂടെ BJPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘ ശക്തി കാണിക്കാൻ വേണ്ടി പാലക്കാട് തെരുവുകളിൽ ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിച്ച് നോക്കേണ്ടി BJPയുടെ ഏതൊരു പ്രതിഷേധ പരിപാടികളും ആണുങ്ങളല്ല, എല്ലാത്തിനും പെണ്ണുങ്ങളുള്ളത്. അതിനിപ്പോൾ ശബരിമലേൻ്റെ പ്രശ്നമാണെങ്കിലും വേണ്ടില്ല, ഈ പറഞ്ഞ രാഹുലിനെതിരെയുള്ള പ്രശ്നമാണെങ്കിലും വേണ്ടില്ല, എന്ത് പ്രശ്നം എടുത്തു നോക്കിയാലും BJPക്കാരിലെ ചെക്കന്മാർ മൊത്തം ശാഖയിൽ മറ്റേ അടിക്ക് പോയി ചെയ്ത് വീട്ടിലുള്ള പെണ്ണുങ്ങൾ മൊത്തം ഇതേപോലെ BJPക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക. വല്ലാത്തൊരവസ്ഥയാണ് അവിടുത്തെ പെണ്ണുങ്ങളുടെ കാര്യം. വീട്ടിൽ സമാധാനത്തിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയിക്കോളണം. തിരിച്ച് വീട്ടിലെത്തിയാലോ ചെക്കന്മാരൊന്നും കാണില്ല. ചെക്കന്മാരൊക്കെ കുണ്ടന്മാരൊക്കെ ഉണ്ടാവും നമ്മുടെ ശാഖയിലെ ഗുണ്ടനടി പരിപാടിക്ക് അങ്ങോട്ടും പോകും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം പാലക്കാടേക്കും രാഹുലിനെ കാല് കുത്തിക്കില്ല എന്ന് ഘോരഘോരം പ്രസംഗിച്ച നമ്മുടെ ഈ പുള്ളിയും ഈ ഗുണ്ടൻ്റെ കൂടെ നടന്ന മറ്റൊരു സഹഗുണ്ടനും എവിടെയെന്ന് പോലും മഷി ഇട്ടിട്ട് നോക്കിയിട്ട് ഇപ്പോൾ കാണാനില്ല. എവിടെയെന്ന് ഒരു ഐഡിയ ആർക്കും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ പാലക്കാട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്ന് നടന്നിട്ടുള്ള ഒരു റോഡിൻ്റെ ഉദ്ഘാടനത്തിന് BJPയുടെ പാലക്കാട് എന്താ പറയുക കൗൺസിൽ ചെയർപേഴ്സണാണ് വന്നത്. അതൊന്ന് ആലോചിച്ചേക്ക്. വെറുതെ ഒരു ആപ്പ നേതാവൊന്നുമല്ല, BJPയുടെ ചെയർപേഴ്സൺ കൗൺസിൽ ചെയർപേഴ്സൺ ഡയറക്റ്റ് വന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പായിരുന്നു ഈ ഒരു പരിപാടിക്ക് രാഹുൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുത്തിക്കുമല്ലോ, ഞങ്ങൾ പറപ്പിക്കും, അല്ലെങ്കിൽ രാഹുൽ വരരുത് എന്നുള്ള കത്ത് വരെ അയച്ചു നിന്ന BJPക്കാർ അവസാനം BJPയുടെ നഗരസഭ ചെയർപേഴ്സണെ തന്നെ ആ പരിപാടിക്ക് വിടുകയും ചെയ്തു. രാഹുലിൻ്റെ കൂടെ നല്ല സന്തോഷത്തോടെ ചിരിച്ച് നിന്ന് ആ റോഡ് ഉദ്ഘാടനം ചെയ്ത് കൂട്ടത്തിൽ ഒരു പദയാത്ര വരെ നടത്തി. അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് BJP ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു BJPയുടെ നിലപാട്. ഗൂഗിൾ VS വിവരങ്ങളുമായുണ്ട്. ഗൂഗിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പരിപാടി. BJP പ്രതിഷേധം തൽക്കാലം മറക്കുകയായിരുന്നു. ഇത് ഈ BJP വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമാണിത്. കാരണം BJP ഒരു നിലപാടെടുക്കുന്നു, രാഹുലിനെ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല, അതിൽ പ്രതിഷേധം നടത്തും, അതിൽ ക്യാമ്പയിൻ നടത്തുമെന്ന് നിലപാടെടുക്കുന്നു. അതേ സമയത്താണ് BJPയുടെ നേതാവായിട്ടുള്ള പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ കൂടിയായ പ്രമീള ശശിധരൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതൊരു നഗരസഭയുടെ റോഡ് ഉദ്ഘാടനമാണ്. ആ പരിപാടിയിലാണ് പ്രമീള ശശിധരൻ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായി അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കൊക്കെ തന്നെ ഇടയാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. BJPയിലെ ഉൾപാർട്ടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതുമൊക്കെ തന്നെ ഒരു
പ്രധാന ചർച്ചാ വിഷയമായി വരുന്ന ഒരു കാര്യമാണ്. ഇന്ന് വൈകിട്ടായിരുന്നു ഈ പരിപാടിയിൽ പ്രമീള ശശിധരൻ കൂടി പങ്കെടുക്കുകയായിരുന്നു. അതിനുശേഷം അവരായിരുന്നു ആ ചടങ്ങിന്റെ അധ്യക്ഷയായി ഉണ്ടായിരുന്നത്. പാലക്കാട് നഗരത്തിൽ ഈ ജില്ലാ ആശുപത്രിയോട് ചേർന്നുള്ള റോഡിന്റെ നവീകരണം, അത് കോൺക്രീറ്റ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. അതിന്റെ ഉദ്ഘാടനത്തിനാണ് പ്രമീള ശശിധരനും രാഹുലും ഒരുമിച്ച് പങ്കെടുത്തത്. വല്ലാത്തൊരു കഷ്ടല്ലേ ഈ BJP-ക്കാരെ. എൻ്റെ പൊന്നുകുണ്ടന്മാരെ, നിങ്ങൾ ഏത് മാളത്തിലാണ് പോയി വിളിച്ചിരിക്കുന്നത്? ശാഖയിലെ മാളത്തിലാണെങ്കിൽ പുറത്തോട്ട് വരൂ. ഈ പറഞ്ഞ പെണ്ണുങ്ങൾ, ഈ പറഞ്ഞ നഗരസഭാ കൗൺസിലർ വരെ, കൗൺസിൽ ചെയർപേഴ്സൺ വരെ ഈ പരിപാടിക്ക് പങ്കെടുത്തു. നിങ്ങൾ തൊടിക്കൂല, കാല് കുത്തിക്കൂല എന്ന് പറഞ്ഞ പരിപാടിക്കാണ് ഇത്ര ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി രാഹുലിൻ്റെ കൂടെ പണിയെടുത്തത്. രാഹുലാണെങ്കിൽ അവസാനം ഈ പറഞ്ഞ പരിപാടി കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് നല്ല മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ പ്രസംഗം അവിടെ നടത്തി. അത് കണ്ട് ചിരിച്ച് കൈയടിച്ച് രാഹുലിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടെ തന്നെ പ്രമീള ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നഗരസഭാ കൗൺസിലർ വന്നിരുന്നതും അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് പരിപാടി ചെയ്തതും. മുനിസിപ്പാലിറ്റിക്ക് വലിയ പൈസ, മുനിസിപ്പൽ കൗൺസിലർമാർക്കും വലിയ പൈസ, ഒരു വർഷമൊക്കെ 3-4 കോടി രൂപയൊക്കെ ചിലവാക്കുന്നുള്ളൊരു വാർഡിൽ തന്നെ. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് 107 വാർഡിലേക്കും കൂടെ ആകെ 5 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വാർഡ് എടുക്കാമെന്നൊരു വലിയ പ്രയത്നമാണ്. അതായത് അനുവിൻ്റെയും പ്രശ്നത്തിൻ്റെയൊക്കെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റോഡ് മറ്റൊന്നിലേക്ക് മാറ്റാൻ പ്രാവർത്തികമാക്കി കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള നിരവധി കൗൺസിലർമാർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ അവരുടെ ഒരു 5 വർഷ പൂർത്തീകരണം കൂടിയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെയും അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലുള്ള അനുവടക്കമുള്ള എല്ലാ കൗൺസിലർമാരുടെയും ഒരു 5 വർഷ പൂർത്തീകരണത്തിൻ്റെ സമയം കൂടിയാണ്. 5 വർഷക്കാലം കൗൺസിലർമാരെന്ന നിലയിൽ ഇവരെല്ലാവരും അവരവരെ ജയിപ്പിച്ചു വിട്ട പ്രദേശങ്ങളോട് വലിയ പ്രതിബദ്ധത വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അവരെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അവരെല്ലാവരും നന്നായി നിറവേറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുവിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അനുവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ വാർഡിനെ മുന്നോട്ട് പോയത്. അതിന് അനുവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ പ്രദേശത്ത്, അത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും എല്ലായിടത്തും രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് വികസനം ചെയ്യാൻ കഴിയണം. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവർ നമ്മുടെ എല്ലാത്തിനും എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാ രീതിയിലും കണ്ടമാനം പൈസ അറിയാം. എന്തിനും നല്ല രീതിയിൽ സഹകരിക്കും, നല്ല സപ്പോർട്ടാണ്. അപ്പോൾ പ്രമീള ചേച്ചി ഞാൻ രണ്ടുപാട് സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിൻ്റെ മന്നായ എല്ലാവർക്കും വേണ്ട ഒരുപാടിൻ്റെ കൗൺസിലറായിട്ടുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു റോഡിൻ്റെ കാരണം 10 വർഷം എന്തൊക്കെ ആയിരുന്നു അല്ലേ രാഹുലിന്. അത് ചെയ്യും, രാഹുലിൻ്റെ മലത്തും ഇരുത്തും കിടത്തും. സത്യത്തിൽ ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ ഉണ്ട്. രാഹുലിന് പണ്ട് 18,000 വോട്ടിനാണ് രാഹുൽ അവിടെ ജയിച്ചത്. അതിനേക്കാൾ ആൾക്കാർ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ കാര്യം പറഞ്ഞിരുന്നു. അതായത് സന്ദീപ് വാര്യർ പറഞ്ഞ വെറുപ്പിൻ്റെ കടയിൽ നിന്നെല്ലാം കൂടെ ചാടി പിടിച്ച് കോൺഗ്രസിൻ്റെ കൂടെ മര്യാദയ്ക്ക് നല്ലൊരു ലെവലിലോട്ട് എത്തിയ സമയത്ത് പുള്ളി ഒരു കാര്യം പറഞ്ഞിരുന്നത്, ഈ ഒരു രാഹുലിൻ്റെ ജയത്തോടു കൂടി മാത്രം പാലക്കാട് BJP നിൽക്കുന്നില്ല, അവിടുന്ന് ഒരുപാട് ഇനി പല നേതാക്കളായിട്ടും ഇപ്പുറത്തോട്ട് ചാടും, കോൺഗ്രസിലോട്ടോ അല്ലെങ്കിൽ മറ്റ്, അതായത് BJP-ന്ന് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നൊന്നായിട്ട് നമ്മൾ കാണേണ്ടി വരുന്നത് സന്ദീപ് വാര്യർ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത് കാണേണ്ടി വരുന്നത്. ഇനി അത് മാത്രമല്ല, പാലക്കാട് BJP-യിൽ മൊത്തം പൊട്ടിത്തെറിയാന്നുള്ളത് നമ്മളെല്ലാവരും പുറത്തോട്ട് പല ന്യൂസുകളായിട്ട് കാണുന്നുണ്ട്. BJP-യുടെ മുമ്പിൽ നിന്നിരുന്ന പ്രശാന്ത ശിവനായിട്ടുള്ള ഗുണ്ടനോ മറ്റേ നമ്മുടെ ശ്രീകുമാര ഗുണ്ടനോ ഇവരന്മാരാരും ഇപ്പോൾ കാണാനില്ല, എവിടെയും കാണാനുമില്ല, ഒന്നിനുമില്ല. എവിടെയാണ് ഇവന്മാരൊക്കെ ഒളിച്ചിരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. പേടിച്ചിട്ടാണോ? ഇനി അതല്ല, ഈ RSSൻ്റെ ഗുണ്ടകഥകൾ പുറത്തോട്ട് വേണ്ടപ്പോൾ ഞങ്ങളുടെ സ്വന്തം കഥകളും പുറത്തോട്ട് വരും പേടിച്ചിട്ടാണോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതും സന്ദീപ് വാര്യർ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി അന്ന് കാര്യം പറഞ്ഞിരുന്നു. പ്രശാന്ത് ശിവന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അങ്ങ് സെൻട്രലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം എന്നായിരുന്നു അന്ന് നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നത്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പം ഇതിപ്പോൾ മുന്നോട്ടിട്ട് വരുന്നുമില്ല. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാലേ, നമ്മളെ രാഹുലിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ, രാഹുലിനെതിരെ ലൈംഗിക ആരോപണവുമായിട്ട് രണ്ടാമത് വന്ന ഒരു വ്യക്തിയുണ്ട്, ട്രാൻസ്ജെൻഡറാണ്. ആ വ്യക്തിനെ പുറത്തിറക്കിയത് ആരാണ്? നമ്മുടെ പ്രശാന്ത് ശിവനാണ്. അവർ തന്നെ വന്ന് പച്ചക്ക് പറഞ്ഞ് നമുക്കറിയാം. അതിനുശേഷമാണ് ശാഖയിലെ കൊണ്ടൻ കഥകളൊക്കെ പുറത്തോട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി കണക്ട് ചെയ്യുമ്പം ഒരു വല്ലാത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എന്താ പറയുക ഇടങ്ങളിലോട്ടൊന്നും രാഹുൽ വന്നാലും രാഹുലിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർ BJP
നിന്ന് ആരും പുറത്തോട്ട് ഇതുവരെ വന്നിട്ടുമില്ല. വല്ലാത്തൊരവസ്ഥയില് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാലക്കാട് ഇപ്പം 18,000 വോട്ട് കിട്ടിയത് 28,000 38,000 ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഇനി നിൽക്കുകയാണ്, ജയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ രാഹുൽ അവിടെ പൊളിച്ചടക്കും. ഈ പറഞ്ഞ ആകെ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ ചാണം ചവിട്ടിയ ഒരു സ്ഥലം അതൊന്ന് തൃശ്ശൂരും, പിന്നെ ഒന്ന് ഈ പാലക്കാട് കുറേ കൗൺസിൽ അല്ലെങ്കിൽ നഗരസഭയും അതും ഇതൊക്കെയാണ്. അതിൽ തൃശ്ശൂരുകാർക്ക് ഏകദേശം ചവിട്ടിയതിൻ്റെ എഫക്റ്റ് കിട്ടി തുടങ്ങി, കാലിക്കൂടെ ചൊറി കയറി തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് അവർ നിൽക്കുന്നത്. ഇനി പാലക്കാട്ടുകാർക്കും ഈ തല തിരിഞ്ഞ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം, അതായത് രാഹുലിനെ ഇനി കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ രാഹുലിൻ്റെ കൂടെ കാലും കുത്തി കയ്യും കുത്തി കയ്യടിച്ച് തന്നെ ആ ഒരു ഉദ്ഘാടനത്തിന് ഈ പറഞ്ഞ പ്രമീള ശശിധരൻ വന്ന് നിന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇതിൻ്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഡയറക്റ്റ് ടിക്കറ്റ് തന്നെ കോൺഗ്രസിൻ്റെ അടുത്തുണ്ടാവും എന്നുള്ള കാര്യം വളരെ സത്യമാണ്. ഇനി പുറത്തോട്ട് പാർട്ടിക്കാർ ഈ പറഞ്ഞ ഗുണ്ടന്മാരൊക്കെ വന്ന് സംസാരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പെണ്ണുങ്ങളെ മുമ്പിൽ വെച്ചിട്ടുള്ള കളികൾ മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ. അവരെ സമരങ്ങൾക്കും മറ്റെല്ലാ ഘോര പ്രസംഗങ്ങൾക്കും മുന്നോട്ട് വിടും. ഞങ്ങൾ പിന്നിൽ ശാഖയിലുണ്ടാവും, പണി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കോളൂ എന്ന് പറഞ്ഞ ഒരു BJP RSS സംഘപരിവാറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? സത്യമല്ലേ?